ബിൽഡർമാർക്ക് നമ്മുടെ പൊതുജീവിതത്തിൽ വലിയ അധികം സ്വാധീനമുണ്ട്. അവർക്കൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ഈ രംഗത്ത് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നത്. ആക്ച്വലി ചിലപ്പോൾ ആ ഏരിയയിൽ ആ ഗൈഡ് ലൈൻ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ഒരു ജെനുവിൻ ബയ്യർ ഭൂമി മേടിക്കാൻ വരില്ല. പണം കിട്ടാൻ ലേറ്റ് ആയാൽ ഒരു ജെനുവിൻ ബിൽഡറെ ഏൽപ്പിച്ച് അവര് സുരക്ഷിതമാവുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിലെ ഫ്ലാറ്റുകൾ ആദ്യം ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒന്നും പലപ്പോഴും ബിൽഡേഴ്സ് ചെയ്യാറില്ല. ഈ ബിൽഡേഴ്സിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതിനെങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുക? പിന്നെ ഇപ്പൊ റെറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഇപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KMP ബിൽഡേഴ്സ് ഉടമ ശ്രീ ശിവസ്വാമിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബിൽഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന KMP ബിൽഡേഴ്സ് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം കൊണ്ട് ബിൽഡിങ്ങിൻ്റെ രംഗത്ത്, കൺസ്ട്രക്ഷൻ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സ്ഥാപനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഇന്ന് പാർപ്പിടത്തിന് വലിയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്ക് ഭൂമി വളരെ കുറവാണ്, പോപ്പുലേഷൻ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് സംസ്കാരം കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബിൽഡർമാർക്ക് നമ്മുടെ പൊതുജീവിതത്തിൽ വലിയ അധികം സ്വാധീനമുണ്ട്. അവർക്കൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ഈ രംഗത്ത് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാനാണ് ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നത്. ജനഭൂമിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. നമ്മൾ KMP ബിൽഡേഴ്സ് വളരെ പ്രശസ്തമാണ്. ഇപ്പം നമ്മൾ ഫ്ലാറ്റും വില്ലാസുമാണല്ലോ കൂടുതലായിട്ട് നിർമ്മിക്കാറുള്ളത്. നമ്മൾ ഫ്ലാറ്റുകളാണ് പ്രധാനമായിട്ട് ചെയ്യണത്. വില്ലകൾ നമ്മൾ ഒരു വില്ല പ്രോജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് 10-20 പ്രോജക്റ്റോളം ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ 2 ഡിവിഷനായിട്ടാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഡിവിഷൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ ഡിവിഷൻ ചെയ്യണത് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്, സ്കൂളുകൾ, ഓഡിറ്റോറിയം, ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള ലെവലിലുള്ള ബിൽഡിങ്സ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയധികം ചെയ്തിട്ടുമുണ്ട്. അപ്പാർട്ട്മെൻറ്റ് 2001 മുതൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നൊന്നും തുടങ്ങുമ്പോൾ ഇത്ര വലിയ മത്സരങ്ങളോ അല്ലെങ്കിൽ ഇത്രയധികം കമ്പനികളോ ഒന്നും ഇല്ല. വളരെ കുറവ് കമ്പനികൾ മാത്രമേ അന്നുള്ളൂ. ഇന്നിപ്പോൾ വളരെയധികം ആൾക്കാർ, വളരെയധികം കമ്പനികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എങ്കിലും നല്ല ബിൽഡർക്ക്, നല്ല ഒരു ഗുഡ്വില്ലുള്ള ബിൽഡർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ബിസിനസ് തെറ്റില്ലാണ്ട് നല്ലോണം നടക്കുന്നുണ്ട്. നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം നമുക്ക് സക്സസ്ഫുള്ളാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റും നമുക്ക് സക്സസ്ഫുള്ളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. കാരണം ഈ ഭൂമിക്ക് ഭയങ്കരമായിട്ട് ഉള്ള ഗൈഡ് ലൈൻ വാല്യൂ ഗവൺമെൻറ് കൂട്ടി. ആക്ച്വലി ചിലപ്പോൾ ആ ഏരിയയിൽ ആ ഗൈഡ് ലൈൻ വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ജെനുവിൻ ബയ്യർ ഭൂമി മേടിക്കാൻ വരില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ഭൂമി വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് പണം കിട്ടാൻ ലേറ്റ് ആയാൽ ഒരു ജെനുവിൻ ബിൽഡറെ ഏൽപ്പിച്ച് അവർ സുരക്ഷിതമാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിൽഡേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്നതും ജോയിൻറ്റ് വെഞ്ചറാണ്. KMP ബിൽഡേഴ്സും ജോയിൻറ്റ് വെഞ്ചർ പ്രകാരം പല പ്രോജക്റ്റുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു കസ്റ്റമറുടെ ആംഗിൾ നോക്കിയാലേ, കാരണം പല എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഫ്ലാറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെ ഫ്ലാറ്റുകൾ ആദ്യം ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒന്നും പലപ്പോഴും ബിൽഡേഴ്സ് പിന്നീട് ചെയ്യാറില്ല എന്നുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ ഒരു ബിൽഡർ, വളരെ പ്രശസ്തമായ നിലയിൽ നടത്തുന്ന ഒരു പ്രശസ്തനായ ഒരു ബിൽഡർ തന്നെയാണ്. അദ്ദേഹം ചെയ്ത ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യത്തിനകത്ത് വന്ന
കുറേ തകരാറുകൾ. അപ്പോൾ അവിടുത്തെ താമസക്കാരെല്ലാം കൂടെ ഞങ്ങളെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്ക് പ്രോമിസ് ചെയ്ത ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ബിൽഡേഴ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതിനെങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുക? അല്ല, സാധാരണ രീതിയിൽ നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ അതിനൊരു സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാവും. ആ സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള എല്ലാ പണികളും സാധാരണ 99% ബിൽഡേഴ്സും അത് പാലിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂള് പറയും, ഫിറ്റ്നസ് സെൻറ്റർ പറയും, റിക്രിയേഷൻ ഹാള് പറയും, അതുപോലെ ഹോം തിയേറ്റർ പറയും, അങ്ങനെ ബയോമെട്രിക് സിസ്റ്റം പറയും. അങ്ങനെ പല സിസ്റ്റങ്ങൾ നമ്മൾ ഓഫർ കൊടുക്കും. ഈ ഓഫർ കൊടുക്കുന്നതൊക്കെ നമ്മൾ പാലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഓഫർ കൊടുക്കാത്ത ബിൽഡിങ്ങുകൾ പലതും പണിയുന്നുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയും ആ ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ ഫെസിലിറ്റി ഉള്ള ഒരു ഫ്ലാറ്റും ഫെസിലിറ്റി ഇല്ലാത്ത ഫ്ലാറ്റും കൂടി കമ്പാരിസൺ വരുമ്പോഴാണ് ഇതിലതൊന്നും ഇല്ലല്ലോ, മറ്റേ ബിൽഡിങ്ങിൽ അതൊക്കെ ഉണ്ടല്ലോ, ഇതേ ബിൽഡർ തന്നെ അവൻ രണ്ടും പണി ഉണ്ടാവുക. മറ്റേ ബിൽഡിങ്ങിൽ ഈ വക ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, നമ്മുടെ ബിൽഡിങ്ങിൽ ഈ ഫെസിലിറ്റി ഇല്ല എന്നുള്ള ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ ബിൽഡർക്ക് ചെറിയ ഒരു പേരുദോഷം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ വാങ്ങുന്ന വില, ആ വിലയ്ക്ക് നമ്മൾ ഒരു ബിൽഡിങ് ഇപ്പോൾ ഒരു 5000 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്ന ഒരു ബിൽഡിങ്ങും ഒരു 8000 രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്ന ബിൽഡിങ്ങും ക്വാളിറ്റിയിലും അതിൻ്റെ കൺസ്ട്രക്ഷനിലും അതിൻ്റെ അമ്യൂണിറ്റീസിലും എല്ലാം വ്യത്യാസം ഉണ്ടാവും. 5000 രൂപയ്ക്ക് വാങ്ങിയ ആൾക്ക് 8000 രൂപയുടെ ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പം ഈ 5000 രൂപയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ ബിൽഡർ അത് ചെയ്തിട്ടുണ്ടാവും, ചെയ്തിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയാണ് ക്രിഡായി എന്ന് പറഞ്ഞ സംഘടനയാണ്. ഇപ്പോൾ ഈ ക്രിഡായിൽ ഒരുപാട് ബിൽഡേഴ്സ് മെമ്പർമാരുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്രിഡായി മെമ്പറായിട്ടുള്ള ഒരു ബിൽഡറാണെങ്കിൽ ക്രിഡായിൽ അവർക്ക് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ക്രിഡായി അതിനെതിരെ എന്താണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് മനസ്സിലാക്കി അത് ബിൽഡറെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ചെയ്യാനുള്ള സൗകര്യം ചെയ്യും. പിന്നെ ഇപ്പോൾ റെറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഈ റെറയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിൽഡേഴ്സാണ് ജെന്യുവിൻ ബിൽഡേഴ്സ്. റെറ ഒരു നിലയ്ക്ക് വളരെ നല്ലതാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അവർ ഈ റെറ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ജെന്യുവിൻ ബിൽഡേഴ്സിന് വളരെ ഗുണം ചെയ്യും, കസ്റ്റമർമാർക്ക് അതിലേറെ ഗുണം ചെയ്യും. കാരണം അതിന് നമ്മൾ പേയ്മെൻറ്റ് വരെ 70% പേയ്മെൻറ്റ് നമ്മൾ ആ പ്രോജക്റ്റിന് ചെലവ് ചെയ്തോളണം. അതിന് മന്ത്ലി റിട്ടേൺസ് കൊടുക്കണം, എവരി ക്വാർട്ടർലി നമ്മൾ റിട്ടേൺസ് കൊടുക്കണം. അധികം പൈസ മേടിക്കാൻ പാടില്ല. പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റെറയിൽ രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ ലൈസൻസ് വരെ റദ്ദാക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. ഈ റെറ വന്നതോട് കൂടിയിട്ട് ചെറുകിട ബിൽഡേഴ്സൊക്കെ പോയി. അങ്ങിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞു, ആ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാണ്ട് ചെയ്യുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിൽഡർ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല, ചെറിയ പോരായ്മകളെ കയ്യിലുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റെറ വന്നപ്പോൾ അങ്ങനെയുള്ള ബിൽഡേഴ്സൊന്നും ഇപ്പോൾ നിലവിലില്ല. എല്ലാം ഒരുവിധം ജെന്യുവിനായിട്ടുള്ള ബിൽഡേഴ്സാണ്, ഒരു നല്ല രീതിയിൽ ഗുഡ് വില്ലുള്ള ബിൽഡേഴ്സാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. റെറ വന്നത് ഒരു വലിയ പരിധി വരെ കസ്റ്റമേഴ്സിന് വലിയൊരു അനുഗ്രഹമാണ്. ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. പിന്നെ ക്രെഡ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിൽഡേഴ്സിന്റെ തന്നെ സ്വന്തം അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു സാധാരണക്കാരനെ പലപ്പോഴും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ വില്ലാസ് അല്ല ഫ്ലാറ്റുകൾ, അതൊക്കെ സാധാരണക്കാരന് അഫോർഡബിൾ അല്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ
ഏറ്റവും മിനിമം ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു ഫ്ലാറ്റ് കൊടുക്കുമ്പോൾ അതിന് സ്ക്വയർ ഫീറ്റിന് എത്രയാകും? അതായത് അത് സാധാരണ രീതിയിൽ ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് പൈസ പറയുന്നത്. 2 ലക്ഷം രൂപയുള്ള ഭൂമിയിലും അപ്പാർട്ട്മെന്റ് പണിയാം, 20 ലക്ഷം രൂപ വരെയുള്ള ഭൂമിയിലും അപ്പാർട്ട്മെന്റ് പണിയാം, 10 ലക്ഷം രൂപ വരെയുള്ള സ്ഥലത്തും അപ്പാർട്ട്മെന്റ് പണിയാം. കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏത് ഏരിയയിൽ പണിയാണെങ്കിലും കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ കുറവ് വരില്ല. ലാൻഡ് വാല്യൂവിലാണ് കുറവ്. അപ്പോൾ ഈ ലാൻഡ് വാല്യൂ കുറഞ്ഞ സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അവിടെ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. ലാൻഡ് വാല്യൂ കൂടിയ സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കൂട്ടി വിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ സിറ്റുവേഷൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഏരിയയിൽ വരെ പഞ്ചായത്ത് ഏരിയകളിലൊക്കെ ഇപ്പോൾ ഫ്ലാറ്റ് ചെറുതായിട്ട് വന്നു തുടങ്ങി. അവിടേക്ക് ഇപ്പോൾ ഒരു 4500 റുപ്പീസ് മുതൽ ഫ്ലാറ്റ് വിൽക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ സിറ്റിയിലെ ഒരു മാർക്കറ്റ് പറയുകയാണെങ്കിൽ മിനിമം ഒരു 6000 റുപ്പീസിന് കുറഞ്ഞ ഫ്ലാറ്റ് ഇല്ല. എബോവ് 6000 റുപ്പീസാണ്. അതിൽ എമ്യൂണിറ്റീസ് കൂടുന്തോറും സിറ്റിയിൽ തന്നെ കുറച്ചുകൂടി നല്ല ലൊക്കേഷനിൽ ഫ്ലാറ്റ് പണിയാണെന്നുണ്ടെങ്കിൽ അപ് ടു 10,000 റുപ്പീസ് വരെ ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് മാർക്കറ്റ് വാല്യൂ ഇതിന് റേറ്റ് ഉണ്ട്. അത് ചൂസ് ചെയ്യണത് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് മേടിക്കുന്ന ആളുടെ കപ്പാസിറ്റി എത്രയുണ്ടോ അതനുസരിച്ചിട്ടാണ് മേടിക്കുക. ഇപ്പോൾ പഞ്ചായത്ത് ഏരിയയിൽ മേടിക്കാൻ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരാളെ വന്നിട്ട് അയാൾ അവിടേക്ക് പോകുള്ളൂ. ആൾക്കൊരിക്കലും സിറ്റിയിൽ വന്ന് മേടിക്കാൻ പറ്റില്ല. സിറ്റിയിൽ വന്ന് താമസിക്കുന്ന നിർബന്ധമായിട്ടുള്ള ഒരാൾക്ക് ഫ്ലാറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ സിറ്റിയിൽ ആ പറയുന്ന വില കൊടുക്കേണ്ടി വരും. സിറ്റിയിൽ അയാൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിന്റെ ഇരട്ടി കോസ്റ്റ് വരും. കാരണം ഇപ്പം ഫ്ലാറ്റിന് ഒരു 1.25 കോടി രൂപ 1.5 കോടി രൂപ സിറ്റിയിൽ മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലാൻഡ് വാല്യൂ ഒരു സെന്റിന് മിനിമം 30 to 40 lakhs റുപ്പീസ് വരുന്നുണ്ട്. 5 സെന്റ് ഇല്ലാണ്ടൊരു വീട് പണിയാൻ പറ്റില്ല. അപ്പോൾ ഒരു 30 lakhs എന്ന് പറയുമ്പോൾ തന്നെ 1.5 കോടി രൂപയും പ്ലസ് ഒരു വീട് പണിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 50 ലക്ഷം രൂപ വരും. അപ്പോൾ 2 കോടി രൂപയായി. ആ 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അയാളൊരു ഫ്ലാറ്റ് മേടിക്കുകയാണെങ്കിൽ അയാൾക്കൊരു 1.25 crores സിറ്റിയിലുള്ള തെറ്റില്ലാത്തൊരു ഫ്ലാറ്റ് കിട്ടും. പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന സിസ്റ്റം പറയണത് ഞങ്ങളുടെ അവിടെ കെയർ ടേക്കർ ഉണ്ടാവും, 24 hours സെക്യൂരിറ്റി ഉണ്ട്, CCTV ക്യാമറകളുണ്ട്, പിന്നെ ജനറേറ്റർ ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്, എല്ലാം 100% ബയോമെട്രിക് സിസ്റ്റമാണ്. വീഡിയോ ഫോൺ എല്ലാ ഫ്ലാറ്റിലേക്കും ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരാളവിടെ വരികയാണെങ്കിൽ തന്നെ സെക്യൂരിറ്റിയുടെ അടുത്ത് എഴുതി കൊടുത്ത് അയാൾ ഇൻ്റർകോമിൽ വിളിച്ച് പറയും ഇന്ന ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ അകത്തേക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞാലേ അയാൾ വിടുള്ളൂ, അല്ലെങ്കിൽ അയാൾ വിടില്ല. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് കൺസെപ്റ്റ് ഒരു ഹൈലി സെക്വേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഇൻഡിപെൻഡൻറ്റ് വീട്ടിൽ ചെയ്യണമെങ്കിൽ ഇതിന് വലിയൊരു ചാർജ് മാസം വരും. ഇവിടെ ആകുമ്പോൾ എക്സ്പെൻസ് ഡിവൈഡ് ചെയ്ത് പോകുള്ളൂ. ഒരു 30 അപ്പാർട്ട്മെൻറ്റുള്ള ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ 30 പേരും കൂടി ഷെയർ ചെയ്യും. മറ്റേതൊരു വീട്ടിൽ ഇത് മുഴുവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ തന്നെ അത് അഫോർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ആളുകളും ഇപ്പോൾ ഫ്ലാറ്റ് കൺസെപ്റ്റിലേക്ക് വരികയാണ്. വീട്ടിൽ സർവൻറ്റിനെ കിട്ടാനില്ല. അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. എത്രയോ ആളുകൾ വീട് വിറ്റ് ഫ്ലാറ്റിലേക്ക് വരുന്ന കാലം, അത് കുറച്ച് ആൾക്കാർ ഫ്ലാറ്റ് വിറ്റ് പുതിയ വീട് പണിയുന്ന ഇതുണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ കൂടുതലും ഫ്ലാറ്റിലേക്കാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജോയിന്റ് വെഞ്ചറെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അത് നമ്മുടെ ഇപ്പോൾ വരുന്ന ജോയിന്റ് വെഞ്ചറുകളൊക്കെ സിറ്റി ബേസ്ഡ് ആണോ അതോ വില്ലേജ് ബേസ്ഡ് ആണോ കൂടുതലായിട്ട് വരുന്നത്? ഈ സിറ്റി ബേസിലാണ് കൂടുതൽ വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയിൽ ഇപ്പോൾ 30 സെൻറ്റും 35 സെൻറ്റും സ്ഥലമുള്ള ആളുകളുണ്ട്. അവർക്കതൊന്ന് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജെനുവിൻ ബയ്യറില്ല. ഒരു 30 ലക്ഷം രൂപ വില കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കോടി രൂപ വിലയായി. 10 കോടി കൊടുത്ത് ആ ഭൂമി മേടിക്കാൻ ഉള്ള ഒരു ജെനുവിൻ ബയ്യർ വരണം. അപ്പം അത് വരാത്തത് കൊണ്ടാണ് പല ആളുകളും ജോയിന്റ് വെഞ്ചറിന് പോകുന്നത്. ഈ പണം അവർക്ക് ആ പ്രോജക്റ്റ് കഴിയുമ്പോഴേക്കും കിട്ടും. കുറച്ച് പണമായിട്ട് കിട്ടും, കുറച്ച് അപ്പാർട്ട്മെൻ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോൾ അവരുദ്ദേശിച്ചതിനെക്കാട്ടിലും വില അവർക്ക് ടോട്ടല് കിട്ടും. ഫ്ലാറ്റ് വിറ്റ ഫ്ലാറ്റിൻ്റെ കോസ്റ്റ് കിട്ടും, ലാൻഡിനൊരു വിലയുണ്ട്, ആ വില കിട്ടും. അപ്പോൾ അത് മൊത്തത്തിൽ ജോയിന്റ് വെഞ്ചർ ചെയ്യുമ്പോൾ ലാൻഡ് ലോഡിനാണ് ഗുണം.
ബിൽഡർക്ക് ഗുണം കുറവാണ് ശരിക്കും. പക്ഷേ ബിൽഡർക്ക് ലാൻഡിന് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ ലാൻഡ് വാല്യൂടെ ഒരു 10 to 20% ഇൻവെസ്റ്റ് ചെയ്താൽ ആ ലാൻഡ് നമുക്ക് പൊസഷനിൽ കിട്ടും. അവരുടെ പേരിൽ തന്നെ ബിൽഡിംഗ് അപ്രൂവൽ എടുക്കും. ആ ബിൽഡിംഗ് അപ്രൂവലൊക്കെ എടുത്താൽ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഈ ഫ്ലാറ്റ് വിൽക്കുമ്പോൾ അതിൽ അൺഡിവൈഡഡ് ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഡിപ്പെൻസ് ദ ഏരിയ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലാൻഡിന് നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ആ ലാൻഡ് വാല്യൂവിൻ്റെ പൈസ ഓണർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ അവർക്കും ഇടയ്ക്കിടയ്ക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വിൽപ്പനയും കൂടി ഉണ്ടാവണം. വിൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വിൽപ്പനയ്ക്ക് വലിയൊരു മാർക്കറ്റിംഗ് ഇതിൻ്റെ പിന്നിൽ വേണം. എല്ലാം മാർക്കറ്റിംഗ് ആണ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ മാർക്കറ്റിംഗ് വളരെ നല്ല രീതിയിൽ പോകുമ്പോഴാണ് ഗുഡ് വില്ലുള്ള ഒരു ബിൽഡറും കൂടെ ഒരു മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് ഫ്ലാറ്റ് പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗുഡ് വില്ലുള്ളൊരു ബിൽഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗം നമുക്ക് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കസ്റ്റമർക്ക് കഴിയും. അപ്പോൾ കസ്റ്റമർക്ക് ആ വിശ്വാസം നമ്മുടെ പേരിലുണ്ട്. ഉണ്ടാകും. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ രംഗത്ത്, കൺസ്ട്രക്ഷൻ്റെ രംഗത്ത് വലിയ ചേഞ്ചസ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് കൺസെപ്റ്റ് മാറുന്നു. അത് ഫ്ലാറ്റ് ആയാലും വില്ലാസ് ആയാലും ബിൽഡിങ്ങിൻ്റെ കൺസെപ്റ്റ് മാറുന്നു. പിന്നെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ രീതി മാറുന്നു. നമ്മൾ RCC ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെ. അപ്പം ഇപ്പോഴേ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ സ്റ്റൈൽ മാറുകയാണ്. അപ്പോൾ അത്തരം ബിൽഡിങ്ങുകൾ, അതായത് അപ്പോൾ ഒരുപക്ഷെ കോസ്റ്റ് കുറയും. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഫ്ലാറ്റ് ഒരു 100 years ആണ് അതിൻ്റെ ലൈഫ് പറയുക എന്ന് വിചാരിക്കുക. കുറേ കഴിയുമ്പോൾ ഇത് ഇടിച്ചു പൊളിച്ച് മാറ്റേണ്ടി വരുന്ന ഒരു സമയം വരുമ്പോൾ ഇതിൻ്റെ ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയെടുക്കുക വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ ഒന്നും കിട്ടാനില്ല. അതേസമയം പിന്നെ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിങ്ങിന് പ്രത്യേകിച്ച് അയൺ ബീംസ് അത് ഇതൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിനൊരിക്കലും വില കുറയുന്നില്ല, വില കൂടിയാണ് വരുന്നത്. അതിൽ ഒരു ചെറിയ അഭിപ്രായം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുക. പ്രീ എഞ്ചിനീയറിംഗ് ആണത്. പ്രീ എഞ്ചിനീയറിംഗ് സ്റ്റീൽ സ്ട്രക്ചറാണ്. ഈ സ്റ്റീൽ സ്ട്രക്ചർ നമുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ് കൂടും. കുറച്ച് കോസ്റ്റ് സാധാരണ നമ്മുടെ സിവിൽ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ് അതിന് കൂടുതലാണ്. പിന്നെ അതിന് നമ്മൾ ഏത് ഫ്ലോർ ചെയ്യുകയാണെങ്കിലും ഈ വാർക്കാണ്ട് നമുക്ക് ടൈലൊട്ടിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ ഫ്ലോർ മുഴുവൻ ഈ ഡക്റ്റിംഗ് ഷീറ്റ് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ വാർക്കണം. നമുക്ക് മെയിനായിട്ട് ഇത് ഒരു 25-30 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഈ ബിൽഡിങ് വേണ്ട, നമുക്ക് ഈ ലാൻഡായിട്ട് വിൽക്കാമെന്ന് പറഞ്ഞാൽ അന്നത് വിൽക്കുന്ന കാലത്ത് സ്റ്റീലിൻ്റെ ഒരു 30 to 40% പൈസ നമുക്ക് കിട്ടും. ഒരിക്കൽ സ്റ്റീല് പണിത് രണ്ടാമത് അതിലൊരു കട്ടിങ് വന്നാൽ അത് സ്ക്രാപ്പായി. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ അതിന് കാണാൻ പറ്റുള്ളൂ. ഒരു 30 to 40% പൈസയാണ് നമുക്ക് ആ സ്റ്റീല് നമുക്ക് കൊടുത്താൽ കിട്ടുക. പക്ഷേ അന്നത്തെ കാലത്ത് സ്റ്റീലിൻ്റെ വാല്യൂ ഇന്നിപ്പോൾ നമ്മളൊരു കിലോയ്ക്ക് 70 രൂപ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അന്ന് ഈ സ്ക്രാപ്പ് വാല്യൂ ചിലപ്പോൾ 70 രൂപ കിട്ടും. അതാണ് അതിൻ്റെ ഒരു മാറ്റം. ഇപ്പം നമ്മുടെ സിവിൽ കൺസ്ട്രക്ഷനിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഈ സ്റ്റീല് നമ്മൾ ഉപയോഗിക്കുന്ന കോളത്തിൻ്റെ കമ്പികൾ, ബീമിൻ്റെ കമ്പികൾ, സ്ലാബിൻ്റെ കമ്പികൾ, ഇതൊക്കെ നമുക്ക് സ്ക്രാപ്പായിട്ട് നമുക്ക് കിട്ടും. അതും ഒരു 30%ഓളം നമുക്ക് കിട്ടും. അതിനും ഈ വില നമുക്ക് കിട്ടും. അപ്പം വിലയിൽ വലിയ ഒരു ഉപയോഗത്തിൻ്റെ മാറ്റമോ വിലയുടെ മാറ്റമോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സിവിൽ കൺസ്ട്രക്ഷനാണ് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത്. മറ്റേത് വർക്ക് ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. നമ്മളിപ്പോൾ 2 കൊല്ലം കൊണ്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റ് അവർക്ക് 1 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് അവരുടെ ഒരു സ്റ്റീലിൻ്റെ ഇത്. പിന്നെ ഇപ്പോൾ പുതിയ ടെക്നോളജി വന്നിട്ടുള്ളത് പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷനാണ്. ഈ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ ഒരു 20 to 25% റേറ്റ് കൂടും. നമ്മളിപ്പോൾ ഒരു 1,00,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് നമ്മൾ സാധാരണ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു
18 മാസം കൊണ്ട് തീർക്കാമെന്നുണ്ടെങ്കിൽ ഈ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ 1,00,000 സ്ക്വയർ ഫീറ്റ് 10 മാസം കൊണ്ട് തീർക്കും. പക്ഷേ 10 മാസം കൊണ്ട് ഇത്രയും പണം നമ്മൾ കാണണം. മറ്റേത് നമുക്ക് 18 മാസം കൊണ്ട് 20 മാസം കൊണ്ട് കാണേണ്ട പണം നമ്മൾ 10 മാസം കൊണ്ട് ഈ പ്രോജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് ആ പണം നമ്മൾ സ്വരൂപിച്ചിട്ട് ഉണ്ടാവണം. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ്റെയും നമ്മുടെ നോർമൽ സാധാരണ കൺസ്ട്രക്ഷൻ്റെയും ലൈഫിന് വലിയ വ്യത്യാസമുണ്ട്. പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ ജനറലി ലൈഫ് കുറയും. ജനറലി അതിൻ്റെ ലൈഫ് കുറയും. നമ്മളിപ്പോൾ ഈ റെക്ടർ സ്കെയിൽ ഭൂമി കുലുക്കം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു സിവിൽ കൺസ്ട്രക്ഷനൊക്കെ റെക്ടർ സ്കെയില് ഒരു 7 ഒക്കെ വന്നാൽ ഒന്നും അങ്ങനെ സംഭവിക്കില്ല. ചെറിയ ഒരു ഹെയർലൈൻ ക്രാക്കൊക്കെ അവിടെ ഇവിടേക്ക് ഉണ്ടാവും എന്നല്ലാണ്ട് വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടില്ല. പക്ഷെ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ ഒരു 5 ഒക്കെ കഴിഞ്ഞാൽ അത് ഒന്ന് കുലുങ്ങി തുടങ്ങും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അവർ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് അത് കോളായാലും സ്ലാബായാലും എന്തായാലും അവർ സൈറ്റിൽ വന്നിട്ട് അത് ഇൻസ്റ്റോൾ ചെയ്യും. അപ്പോൾ ആ വർക്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല ഇതിൽ. അത്രയും അതിൻ്റെ സർഫസൊക്കെ നല്ല സ്മൂത്ത് ഫിനിഷാവും. പണി എളുപ്പത്തിൽ തീരും, വളരെ എളുപ്പത്തിൽ പണി തീരും. കോസ്റ്റ് കൂടുതലാണ്, പക്ഷെ ലൈഫ് കമ്പാരിറ്റീവ്ലി നമ്മുടെ നോർമൽ കൺസ്ട്രക്ഷനാണ് ഉണ്ടാകും. അതാണ് അങ്ങേക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അതെ, ചെലവും കുറവാണ്. ചെലവ് കൂടും. അല്ല, നോർമൽ കൺസ്ട്രക്ഷൻ ചെലവ് കുറയും. മറ്റേ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് പ്രീകാസ്റ്റിന് കൂടും, പ്രീ എഞ്ചിനീയറിംഗിനും കൂടും. ഞാനിത് ചോദിക്കുമ്പോൾ അങ്ങ് എർത്ത് കുറിച്ച് പറഞ്ഞു. എൻ്റെ പ്രൊഫസർ ഡോക്ടർ MGS നാരായണൻ, അദ്ദേഹം 1991 ഞങ്ങളൊരിക്കൊരു സെമിനാറിന് കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ജപ്പാനിലൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഹിസ്റ്റോറിയൻസിൻ്റെ. ആ കോൺഫറൻസിന് വയനാട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഈ മീറ്റിംഗ് നടക്കുന്നത് 50ാമത്തെ നിലയിലോ മറ്റോ ആണ്. അപ്പോൾ ചെറിയൊരു ഷിവറിങ് കെട്ടിടത്തിന് വന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ ജപ്പാൻ യൂണിവേഴ്സിറ്റിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞു ഇത് എർത്ത് അതുകൊണ്ട് എർത്ത് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് പോയവരൊക്കെ ആ പാടെ ഭൂമി കുലുക്കം എന്ന് പറഞ്ഞാൽ വരലുമല്ലോ. പറഞ്ഞാൽ നിങ്ങൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, വല്ലാത്തൊരു ഷിവറിങ് വരും. ഈ ബിൽഡിങ് കൃത്യമായി എർത്ത് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു, ഒരു കാരണവശാലും ഒരു അപകടവും പറ്റുകയില്ല. പക്ഷേ നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മൂലയ്ക്ക് മാറി നിൽക്കുക, അങ്ങനെയൊക്കെ ചില സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, അത് ചെയ്താൽ മതി. പക്ഷേ ഇത് സാധാരണ ജപ്പാനിൽ ഇങ്ങനെയുള്ള എർത്ത് വരാറുണ്ട്. അത് വന്നാൽ ഇത്രേ കാര്യമുള്ളൂ, ഞാനത് പിന്നെ അതിനകത്ത് പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം എർത്ത് വന്നു. അവർ നിന്ന ബിൽഡിങ് ശരിക്കും വിറച്ചു. അദ്ദേഹം ശരിക്കും ഭയന്ന് പോയി എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അപ്പോൾ അത് കഴിഞ്ഞ് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബിൽഡിങ് പണിതിട്ടുള്ളത്. അവിടെ റിച്ചർ സ്കെയിലിൽ ഒരു പരിധിക്കപ്പുറം പോയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ സാധാരണ രീതിയിൽ ജപ്പാനിൽ വരുന്ന എർത്ത് കണക്കാക്കിയാണ് അവർ അത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങനെ എർത്ത് സാധാരണമല്ല. പക്ഷേ എങ്കിലും നമുക്കൊരു ചില ഡേഞ്ചർ സോണുകൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ നമ്മുടെ കെട്ടിടം ഡേഞ്ചർ സോണിലാണെങ്കിലും അല്ലെങ്കിലും ശരി, ഒരു എർത്ത് ഒരു പരിധി വരെ വന്നാൽ ഒരു 5 or 6 ഒക്കെ വരുമ്പോൾ റിച്ചർ സ്കെയിലിൽ വന്നാൽ അതിനെ പ്രിവെന്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള മെഷേഴ്സ് ഒക്കെ നമ്മുടെ ബിൽഡിംഗ്. അതിപ്പോ നമ്മൾ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ വെക്ടർ സ്കെയിലടക്കം കാണിച്ചിട്ടാണ് അവർ അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞ മാതിരി ഒരു 5 or 6 വന്നാൽ നമുക്ക് ഭയപ്പെടാനില്ല, അതീവ ഗുരുതരെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആര് കൂട്ടിയാലും നിവൃത്തിയില്ല. പിന്നെ ഇതിനൊക്കെ ചില സോണുകൾ ഓൾറെഡി ഉണ്ട്. തൃശ്ശൂർ തന്നെ ഇപ്പോൾ ഭൂമി കുലുക്കം ഉണ്ടാകുന്ന കുറച്ച് ഏരിയകൾ പഞ്ചായത്ത് ഏരിയയിലേക്ക് ഉണ്ട്. അവിടേക്ക് ഇപ്പോഴും കണ്ടമാനം ഭൂമികളും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അവിടെ ആരും ഭൂമി വാങ്ങാൻ പെട്ടെന്ന് പോവില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യില്ല. പിന്നെ
പ്രകൃതിക്ഷോഭമാണ്, ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പൊ നാട്ടിൽ പ്രളയം വന്നു, കോവിഡ് വന്നു, പല രീതിയിലുള്ള ദാരുണമായ സംഗതികളൊക്കെ വന്നു. അതൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ നമ്മൾ അതിജീവിച്ചിട്ടുള്ള. കോവിഡൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ളതും ഇഞ്ചക്ഷൻസ് കിട്ടിയിട്ടുള്ളതും കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളതും. പോരായ്മകൾ ഒരുപാട് ആൾക്കാർ പറയുമെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിരുന്നു ഇന്ത്യയിൽ കോവിഡ് വന്നിട്ട് ജനങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് ശരിക്ക് അത് കൂടുതൽ. അതുതന്നെയാണ് കേരളത്തിൽ നമുക്കുണ്ടായത്. ഇവിടെ എല്ലാ ഫെസിലിറ്റികളും അവർ നമുക്ക് അവൈൽ ചെയ്തിരുന്നു. അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പ്രകൃതിക്ഷോഭം വന്നപ്പോഴും സർക്കാരും ജനങ്ങളും എല്ലാം കൂടി ഒത്തൊരുമിച്ച് അത് വലിയ രീതിയിൽ മാക്സിമം അതിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ പ്രകൃതിക്ഷോഭം വന്നാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജനറലി നമ്മൾ ബിൽഡിങ്ങുകൾ വളരെ സുരക്ഷിതമായി, നമ്മളെല്ലാത്തിനും കൺസൾട്ടൻ്റാണ്. ഇലക്ട്രിക്കലിന് കൺസൾട്ടൻ്റാണ്. ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇലക്ട്രിക്കലും പ്ലംബിങ്ങുമാണ്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന രണ്ട് സംഗതികളാണ്. അപ്പോൾ അതിനൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടൻറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് HT വർക്കാണെങ്കിലും LT വർക്കാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ, ആധുനിക രീതിയിൽ ഏറ്റവും നല്ല റെപ്യൂട്ടഡ് കമ്പനിയുടെ സാധനങ്ങളാണ് നമ്മൾ ബിൽഡിങ്ങിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്ലൈൻറ്റുകൾ കണ്ടുമാറാൻ പറ്റില്ല. ഈ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് വില്ലിനെ ബാധിക്കരുത്. പിന്നെ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നമ്മൾ പണിയുമ്പോൾ അടുത്ത പ്രോജക്റ്റ് നമ്മൾ വിൽക്കണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഫ്ലാറ്റിൻ്റെ മെയിൻ്റനൻസ് വളരെ നന്നായിട്ട് പോകണം. അതിന് പെയിൻറ്റും ഇല്ല, കംപ്ലീറ്റ് പൂപ്പായി പിടിച്ചു വാശി പിടിച്ച് കിടക്കുകയാണെങ്കിൽ ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്യണവൻ ഇത് മറ്റേ KMPയുടെ ബിൽഡിംഗ് അല്ലേ, ഇത് വളരെ മോശമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ബുക്കിംഗ് കിട്ടാൻ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ് ഏതൊക്കെ നമ്മൾ ബിൽഡിംഗ് പണിതു എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. അപ്പോഴാണ് പുതിയ പ്രോജക്റ്റിലേക്ക് നമുക്ക് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കിട്ടുക. പിന്നെ ഒരു എക്കണോമിക്കൽ പ്രൈസാണ് ഇതിൽ ഏറ്റവും കാര്യം. എല്ലാവരും പണിയുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് ലോണോ കാര്യങ്ങളോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. പിന്നെ ബ്രാൻഡ് അംബാസിഡർ ഇല്ല, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാനൽ കാര്യങ്ങൾ, ഇതിലൊന്നും നമ്മളങ്ങനെ കാര്യമായിട്ടുള്ളൊരു പരസ്യം കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ കോസ്റ്റൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും. ചെയ്യുന്നത് ഒരേ ക്വാളിറ്റിയുള്ള വർക്കായിരിക്കും. എൻ്റെ കോമ്പറ്റീറ്ററും ഞാനും ചെയ്യുന്നതൊക്കെ ഒരേ വർക്കായിരിക്കും. പക്ഷെ അവർക്ക് ഇതൊക്കെ ഒരു അഡീഷണൽ കോസ്റ്റായിട്ട് നമ്മൾ കാണണം. നമുക്ക് ആ കോസ്റ്റിൻ്റെ ആവശ്യമില്ല. ആ കോസ്റ്റ് ഞങ്ങൾ കസ്റ്റമർക്ക് ഡിസ്കൗണ്ടായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ പ്രൈസ് എക്കണോമിക്കലായിരിക്കും. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണം. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. കസ്റ്റമർ ഈസ് എ കിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. കസ്റ്റമർ തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ കസ്റ്റമറുടെ ടേസ്റ്റും കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ ഫ്ലാറ്റ് നമ്മൾ ചെയ്യണത് ഞങ്ങൾ വാസ്തു നോക്കിയിട്ടാണ് പല ഫ്ലാറ്റുകളും ഞങ്ങൾ ചെയ്യും. സാധാരണ ഫ്ലാറ്റിൽ വാസ്തു അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ അതിൻ്റെ പൊസിഷൻസ്, ഇപ്പോൾ ഫ്ലാറ്റിൽ നോർത്ത് ഈസ്റ്റ് കിച്ചൺ, വടക്ക് കിഴക്കേ മൂല തൃശ്ശൂർ കിച്ചൺ, അതുമാതിരി സൗത്ത് വെസ്റ്റ് ഏറ്റവും നല്ല ബെഡ്റൂം ആയിരിക്കണം, ഈസ്റ്റ് വെസ്റ്റ് ആയിരിക്കണം പൂജാ റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിടും. അതുമാതിരി ബെഡ് സൈഡ് ഒന്നില്ലെങ്കിൽ സൗത്തിൽ ഹെഡ് സൈഡ് വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റിൽ. ഇതൊക്കെ നമ്മുടെ വാസ്തു കൺസൾട്ടൻറ്റുമായി പ്ലാൻ ഞങ്ങൾ അപ്രൂവൽ ആവണതിന് മുമ്പ് റഫ് ഡ്രോയിങ് കിട്ടി വാസ്തുവായിട്ട് ഡിസ്കസ് ചെയ്ത് വാസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ
മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ ഡ്രോയിങ് വാസ്തു പറഞ്ഞ പ്രകാരമുള്ള ഫൈനൽ ഡ്രോയിങ് ആർക്കിടെക്റ്റ് വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റുകളാണ് ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റും. പിന്നെ തൃശ്ശൂർ നമ്മൾ 1 floor 1 അപ്പാർട്ട്മെൻറ്റ് കൊണ്ട് പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങി, വളരെ സക്സസ്ഫുള്ളായത്. 16 ഫ്ലോറാണ്, 14 അപ്പാർട്ട്മെൻറ്റാണ്. ഒരു ഫ്ലോറിൽ ഒരു ഫ്ലാറ്റ്, 3512 സ്ക്വയർ ഫീറ്റാണ് ഒരു ഫ്ലാറ്റ്. അതിൽ ഇതേമാതിരി സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, റിക്രിയേഷൻ ഹാള്, ബയോമെട്രിക് സിസ്റ്റം എല്ലാം കൊടുക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ഉണ്ട്. എല്ലാ ഫ്ലാറ്റ് ഓണേഴ്സിനും 2 കാർ പാർക്കിംഗ് വെച്ച്. അപ്പോൾ അതിന് വാല്യൂ കൂടുതലാണ്, ഏറ്റവും നല്ല ലൊക്കേഷനിലാണ്. ഒരു ഫ്ലാറ്റ് ആവറേജ് ഒരു അബൌട്ട് 2 crores മേലെ കോസ്റ്റ് വരും ഒരു ഫ്ലാറ്റിന്. അപ്പോൾ അങ്ങനത്തെ ബയേഴ്സും ഉണ്ട്, ആൾക്കാരുണ്ട്. അതും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റാണ്. പിന്നെ കമ്പനി 92-ലാണ് സ്റ്റാർട്ട് ചെയ്ത്, 2025 33 കൊല്ലമായി. ആദ്യം 10-15 തൊഴിലാളികൾ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ 300 പേര് ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് സ്റ്റാഫ് ഒരു 25 പേരുണ്ട്. ഒക്കെ ക്വാളിഫൈഡ് എൻജിനീയേഴ്സ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് PWD അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള സൂപ്രണ്ടിങ് എൻജിനീയേഴ്സ്, എക്സിക്യൂട്ടീവ് എൻജിനീയേഴ്സൊക്കെ ഞങ്ങളുടെ സ്റ്റാഫിലുണ്ട്. അപ്പോൾ വർക്ക് വളരെ പ്രൊഫഷണലായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതും പോണതൊക്കെ. ജനറലി ഞങ്ങളുടെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു എഫിഷ്യൻസി ഞങ്ങളുടെ പ്രോജക്റ്റിനും കമ്പനിക്കും വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാഫിനെ ഒരു കാലത്തും അപ്രിഷ്യേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ നോളേജ്, അവരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വളരെ, അത് കമ്പനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു പോയിന്റ്, നമ്മളെ ഈ KMP കൺസ്ട്രക്ഷൻസിനെ നമുക്ക് ബ്രാൻഡ് അംബാസഡർ ഇല്ല എന്ന് പറഞ്ഞതാണ് എൻ്റെ ശ്രദ്ധപ്പെട്ട ആദ്യത്തെ കാര്യം. കാരണം കേരളത്തിലൊരു തീപ്പെട്ടി ഇറക്കണമെങ്കിൽ പോലും അതൊരു സിനിമാ താരം ബ്രാൻഡ് അംബാസഡറായിട്ട് വരണം, ബീഡി ഇറക്കണമെങ്കിൽ അത് വേണം. അപ്പം അങ്ങനെ ഒരു കൾച്ചറാണ്. അപ്പോൾ ഈ കസ്റ്റമറെ ബ്രാൻഡ് അംബാസഡർ സ്വാധീനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിണ്ടാകുന്ന ഒരു അപകടം, ബ്രാൻഡ് അംബാസഡറിൻ്റെ വാല്യൂ കൂടും. അത് മുഴുവൻ ഈ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറുടെ തലയിലാകും. അപ്പോൾ ബ്രാൻഡ് അംബാസഡർ ഇല്ലാതെ സ്വന്തം ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിയിൽ ആത്മവിശ്വാസം പുലർത്തി KMP ബിൽഡേഴ്സ് ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്ന് പ്രശസ്തമായൊരു സ്ഥാപനമായി ഇത് വരട്ടെ. ഏറ്റവും നല്ല സേവനം ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് ഈ സമയം ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജനഭൂമിക്ക് വേണ്ടി അങ്ങയുടെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എന്തായാലും എൻ്റെ ഈ ബിൽഡിങ്ങിനെ പറ്റിയൊരു, കമ്പനീനെ പറ്റിയൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്ത് ഇനി ഇതുപോലെ പല നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.